ഹലോ ഗൈസ്, ഞാൻ കുറേ ആയി വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. എൻ്റെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ ഇടുന്നത്. എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാനുള്ളത്. അപ്പം ഞാൻ തലേന്നേ പറഞ്ഞിട്ടുണ്ട് നാളെ എന്തായാലും എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം, എന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ സെറ്റാക്കി വെച്ചതാണ്. ബെഡൊക്കെ ക്ലിയർ ചെയ്ത് ഞാൻ നേരെ പല്ല് വെക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പ് തുടങ്ങി. അല്ലെങ്കിലും പല്ല് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശപ്പാണല്ലോ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഏച്ചിയും മാവേ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് എല്ലാത്തിനും നേരം കിട്ടൂല, പ്രത്യേകിച്ച്. എന്നാലും പറ്റും പോലൊക്കെ അമ്മ ചെയ്യാറുണ്ട് കേട്ടോ. സ്കിൻ കെയറൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒതുക്കി കിട്ടിയാലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഒരു ത്വര വരും. അപ്പം ഞാൻ കടലക്കറിയില്ല പട്ടാണിക്കറിയും പുട്ടും കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും അമ്മേൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു കുറച്ച് മീനുണ്ട് പിന്നോ അതൊന്ന് മുറിച്ചോ, പിന്നെ കുറച്ച് പൊരിക്കുകയും ചെയ്തു. അപ്പോൾ അത് രണ്ടും അടിപൊളി ഞാനങ്ങ് ഏറ്റെടുത്ത്. മറ്റേ കണയനോ അങ്ങനെ എന്തോ ഒരു മീനില്ലേ, അത് പൊരിക്കുകയും മാന്ത കറി വെക്കുകയും ചെയ്തു. ആക്ച്വലി തേങ്ങാച്ച കറിയൊക്കെ അമ്മ വെച്ചതാണ്, പക്ഷേ എനിക്ക് മുളകിടുന്നതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ സമയം 1:30-2 മണിയായി. പിന്നെ വിശക്കാൻ തുടങ്ങി. ചോറാൻ കഴിച്ച്. ഇന്നത്തെ ചോറിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉപ്പേരി, മീൻ പൊരിച്ചത്, മീൻ മുളകിട്ടത്, മീൻ തേങ്ങ അരച്ച് വെച്ചത്, അച്ചാറ്, അത്രയൊക്കെ തന്നെ. ഇന്ന് പച്ചക്കറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ മീൻ കൊണ്ടുള്ള ഐറ്റംസ് മാത്രമേ ഇരുന്നുള്ളൂ. ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് വാവേൻ്റെ അടുത്ത് പോയി കുറച്ച് ഉറങ്ങാം. അങ്ങനെ ഒരു ഉച്ച ഉറക്കം വാവേൻ്റെ അടുത്തുനിന്ന് കഴിച്ച് പിന്നെ ഞാൻ വേഗം കുളിക്കാൻ പോയപ്പോൾ എനിക്ക് തോന്നിയത് പാക്കനവരം വയലിൽ പോയിട്ടൊരു ചായ കുടിച്ചാലോ. അങ്ങനെ ഞാനും വൈകി അമ്മയും കൊണ്ട് പാക്കനവരം പോയി ചായ കുടിച്ചു. അമ്മയ്ക്ക് അച്ഛനും അച്ഛനും ഏട്ടനൊക്കെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വാങ്ങി. എവിടെയെങ്കിലും കുറച്ച് ബോഗൻവില്ലാണ്ട് പിന്നെ അവിടുന്ന് ഫോട്ടോ ആയി, വീഡിയോ ആയി, അങ്ങനെ കുറേ സമയം അവിടുന്ന് പോയി. നടന്ന് സൊസൈറ്റിൻ്റെ അടുത്ത് എത്തിയവരും പഴയൊരു ഓർമ്മകൾ വന്ന് നൊസ്റ്റ് അടിച്ച്. കാരണം പഴയൊരു പൈപ്പ് ഉണ്ടായിരുന്നു അവിടെ, അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.